പെന്തക്കോസ്ത് ലോകത്തെ ആദ്യത്തെ മാസിക എന്നത് 1925 ഒക്ടോബറിൽ പ്രതിമാസ പത്രികയായി പെന്തക്കോസ്ത് കാഹളം എന്ന മാസിക പ്രസിദ്ധീകരിക്കപ്പെട്ടു. A.J. ജോൺ പത്രാധിപരായിരുന്ന ചെങ്ങന്നൂർ യൂണിയൻ പ്രിന്റിംഗ് വർക്സിൽ അച്ചടിച്ച പെന്തക്കോസ്ത് കാഹളം എന്ന മാസിക അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഔദ്യോഗിക നാവായിട്ടാണ് പുറത്തിറങ്ങിയത്. അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ വിദേശ മിഷണറിയായിരുന്ന പെന്തക്കോസ്ത് ലോകത്ത് 1975 പൊതുവായി ഗുഡ് ന്യൂസ് എന്ന പേരിൽ ഒരു വാരിക കോട്ടയത്തു നിന്നും ആരംഭിക്കപ്പെട്ടു. VM മാത്യു, CV മാത്യു, തോമസ് വടക്കേക്കുറ്റ് തുടങ്ങിയവരായിരുന്നു അതിൻ്റെ നേതൃത്വത്തിൽ. പിന്നീട് 100-ലധികം പെന്തക്കോസ്ത് പ്രസിദ്ധീകരണങ്ങൾ കേരളത്തിൽ പ്രചരിക്കപ്പെട്ടു. അതിൽ പ്രധാനമായ ചിലത്: ഇന്ത്യൻ മെസ്സഞ്ചർ, ന്യൂഡൽഹിയിൽ നിന്നും ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ മിഷൻ്റെ പ്രസിദ്ധീകരണമായി PG വർഗീസ് പ്രസിദ്ധീകരിച്ചിരുന്നത്. റിവൈവൽ ടൈംസ്, ഹോസ്പിറ്റൽ മിനിസ്ട്രീസ് ഇന്ത്യയുടെ ഭാഗമായി MB ജോർജ് കുട്ടി പ്രസിദ്ധീകരിച്ചിരുന്നത്. TPMൻ്റെ പെന്തക്കോസ്ത് എന്ന മാസിക ഇന്നും ഫിലിപ്പോസ് പാസ്റ്റർ കോട്ടയത്തെ വേളൂരിൽ നിന്ന് ആരംഭിച്ചതാണ്. കാഹളം കുമ്പനാട്ട് നിന്ന് ആരംഭിച്ചതാണ്. വിസ മാവേലിക്കരയിലെ കുന്നത്തു നിന്ന് ആരംഭിച്ച മാസികയാണ്. പെന്തക്കോസ്തിൻ സന്ദേശം MD ദാനിയേൽ കുഴിക്കാല ചീഫ് എഡിറ്ററായി പ്രസിദ്ധീകരിച്ചിരുന്നതാണ്. വേൾഡ് ഇവാഞ്ചൽ പാസ്റ്റർ സാമുവേൽ